റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ഒരു പങ്ക് മേയർ MK വർഗീസിനുമുണ്ടെന്ന് BJP. ഫണ്ട് സ്വീകരിക്കുന്നതിലടക്കം മേയർ സ്വീകരിച്ചത് അനുകൂല നിലപാടാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. BJPയിലേക്ക് പ്രതീക്ഷിക്കുന്നുവെന്നും മേയറോട് തൊട്ടുകൂടായ്മയില്ലെന്നും ജസ്റ്റിൻ പ്രതികരിച്ചു. ആദ്യം നമുക്ക് ജസ്റ്റിന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന നേട്ടങ്ങൾ അംഗീകരിക്കുന്ന ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ മേയറെ സംബന്ധിച്ചിടത്തോളം BJPക്ക് തൊട്ടുകൂടായ്മയൊന്നുമില്ല. BJP ഏറെ ഇഷ്ടപ്പെടുന്ന മേയറാണ്. അദ്ദേഹത്തെ ഇടതുമുന്നണി കൂച്ചുവിലം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. എന്നിരുന്നാലും അദ്ദേഹം സുരേഷ് ഗോപിയുടെ ഫണ്ട് സ്വീകരിക്കാനും സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുമാണ് മേയർ എടുത്തിട്ടുള്ളത്. തീർച്ചയായും മേയർ BJPയിൽ എത്തുവാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ പാർട്ടി വാതിലുകൾ തുറന്നിടും. അല്ല, മേയറുടെ പല പ്രസ്താവനകളും സുരേഷ് ഗോപി MPയുടെ വിജയത്തിന് അനുകൂലമായിട്ടുണ്ട്. അത് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. തീർച്ചയായും മേയർ പാർട്ടിയോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തെ. ജെയ്സൺ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. ഇടതുമുന്നണിയുടെ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ BJP MP ആയി സുരേഷ് ഗോപി ജയിച്ചു വരാൻ സഹായിച്ചു എന്നാണ് BJPയുടെ വെളിപ്പെടുത്തൽ. മാത്രമല്ല, നേരത്തെയുള്ള അഭ്യൂഹങ്ങളാണ് BJPയിലേക്ക് ഈ വർഗീസ് പോകും, അതിനുള്ള കരുക്കളൊക്കെ വർഗീസേട്ടനെ ഒഴിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരക്കെ അവിടെ പറഞ്ഞു കേൾക്കുന്നത്. അതിനുള്ള ഒരു വഴി തെളിയുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ജെയ്സൺ, ഈ വെളിപ്പെടുത്തൽ എത്ര ഗൗരവമുള്ളതാണ്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സത്യത്തിൽ ഇത്രയും കാലം മറഞ്ഞിരുന്നത് പതുക്കെ പതുക്കെ പുറത്തു വരുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിലൂടെ നാം വായിച്ചെടുക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് BJPയുടെ സിറ്റി പ്രസിഡന്റായ ജസ്റ്റിൻ ജേക്കബ് നടത്തിയിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് VS സുനിൽകുമാറും അതിരൂക്ഷമായ രീതിയിൽ അന്ന് LDFന്റെ മേയറായ MK വർഗീസിനെ വിമർശിച്ചിരുന്നു. സുരേഷ് ഗോപിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നു എന്നതായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആരോപണം. പക്ഷേ അതിനൊന്നും അന്ന് മേയറോ ഇതിലെ പ്രധാനപ്പെട്ട കക്ഷിയായ CPMോ യാതൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ആ നിലപാടുകൾ തങ്ങൾക്ക് വിജയത്തിൽ ഒരു ഘടകമായി എന്ന് തുറന്ന് സമ്മതിക്കുന്ന രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ BJP നേതാവ് നടത്തിയിരിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട BJP നേതാവ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മേയറെ ക്ഷണിക്കുക കൂടി ചെയ്യുന്നുണ്ട്. മേയറും തങ്ങളും തമ്മിൽ കഴിഞ്ഞ കുറേ കാലങ്ങളുമായി നല്ല ബന്ധത്തിലാണെന്ന് വ്യക്തമാക്കുന്ന പ്രസ്താവനയാണ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് മേയറാണെന്ന് അടക്കമുള്ള അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പതുക്കെ വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ രംഗത്ത് വരുന്നു. ഇന്ന് TM പ്രതാപൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മോട് പറഞ്ഞതിന്റെ തുടർച്ച എന്ന നിലയിലാണ് വിവാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ജെയ്സനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സുരേഷ് ഗോപിയുടെ വരവിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത്, ആരുടെയൊക്കെ കറുത്ത കരങ്ങളൊന്നും വേണ്ട, കരങ്ങൾ ആരുടെയൊക്കെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ.